മക്കളെ, അപ്പോൾ നമ്മുടെ +1 അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത്? അപ്പം മിസ് മുന്നേ തന്നെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഒത്തിരി മക്കൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, മിസ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്? അപ്പോൾ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതേപോലെ തന്നെ +1 അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ, അല്ലെങ്കിൽ അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം. അതേപോലെ മറ്റൊരു കാര്യം കൂടെ, നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ സയൻസ് ആണ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ട്യൂഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും നമ്മുടെ എക്സാം വിന്നർ. അത് മിസ് പറയാൻ കാരണം, ആദ്യം നമുക്ക് 20 കുട്ടികൾക്കായിരുന്നു ഫുൾ മാർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് കൂടെ കഴിഞ്ഞ സമയത്ത് അഡീഷണലി 5 കുട്ടികൾ കൂടെ ഫുൾ മാർക്ക് ആയിട്ടുണ്ട്. അങ്ങനെ 25 കുട്ടികൾക്കാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ, സയൻസ് ബാച്ചിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയൊക്കെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് കൊമേഴ്സിനും ബാച്ചുണ്ട്. നമ്മുടെ അഗ്നി ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബേസിക് ബാച്ചും ഉണ്ട്, പ്ലസ് ബാച്ചും ഉണ്ട്. അപ്പോൾ ബേസിക് ബാച്ചിലും പ്ലസ് ബാച്ചിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും അതുപോലെ PDF നോട്ടും ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും എക്സാംസും PYQ സൊല്യൂഷൻസും കാര്യങ്ങളെല്ലാം കിട്ടും. അഡീഷണലി നമ്മുടെ പ്ലസ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ബുക്ക് സെറ്റും അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കും പിന്നെ നമ്മുടെ +1 റിവിഷൻ ബാച്ചും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ടാകും. ഇതാണ് നമ്മുടെ പ്ലസ് ആൻഡ് ബേസിക് ബാച്ചിൻ്റെ ഫീ വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നീറ്റ് JEE പോലത്തെ എക്സാംസിനൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ കോച്ചിങ്ങും നമ്മുടെ എക്സാമിനറിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ആദ്യം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് എറേഴ്സൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട്, കാരണം നമ്മളിത് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവതും ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കുക. അപ്പോൾ അക്ഷയ സെൻറ്റേഴ്സിലൊക്കെ പോയി ചെയ്യുന്നതാണെങ്കിൽ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ടാണോ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഉറപ്പിച്ച് ചെക്ക് ചെയ്യാം. ഓക്കെ, കാരണം മിസ് ഇത് പറയാൻ കാരണം, മിസ്സിൻ്റെ ഒരു ഫ്രണ്ടിന് BEdന് ഇതേപോലെ അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിൽ വ്യത്യാസം വന്നിട്ട് ശരിക്കും ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടേണ്ടതായിരുന്നു, പകരം അവിടെ കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നമ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒന്നാമതായിട്ട് നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതും നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ നോക്കുക. അതായത് മെസ്സേജൊക്കെ വരുന്നുണ്ട്, വിളിച്ചാലൊക്കെ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. കാരണം ഇത് ചെയ്ത സമയത്ത് OTP വെരിഫിക്കേഷൻ ഉണ്ടാവും, അപ്പോൾ OTP വരുന്ന നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ, ഈ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണം. ഇനി അടുത്തതായിട്ട് ആദ്യതാണ് മാർക്ക് ലിസ്റ്റ്. ഇതിപ്പോൾ നിങ്ങൾ കേരള സിലബസിൽ പഠിച്ച SSLCയുടെ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് CBSE അല്ലെങ്കിൽ ICSE സിലബസിൽ പഠിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 100 KB ഫയൽ സൈസ് താഴെ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ സൈസ്, PDF ഫോർമാറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ്. ഗ്രേസ് മാർക്ക്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അതുപോലെ ബോണസ് പോയിന്റിന് അർഹരാണെന്നുണ്ടെങ്കിൽ ബോണസ് പോയിന്റിന് ഇപ്പം എന്താ പറയുക NCC കാഡറ്റ് അതേപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ തരത്തിൽ ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നമ്പറും കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണം. ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബോണസ് പോയിന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അറിയില്ല, അല്ലെങ്കിൽ ബോണസ് പോയിന്റ് ആർക്കൊക്കെയാണ് കിട്ടാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി വന്നിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് അതേപോലെ തന്നെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലബ്ബിൽ അതുപോലെ തന്നെ നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഇൻകം കമ്മ്യൂണിറ്റി EWS എന്ന് പറയുമ്പോൾ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ OBC OEC SC ST അല്ലെങ്കിൽ അങ്ങനത്തെ കമ്മ്യൂണിറ്റി കോട്ടകൾ ഉണ്ടാവില്ല, അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. നമ്മൾ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും. ഇനി
ഗ്രേസ് മാർക്ക് അവാർഡ് നിങ്ങൾ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ കാണുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ഗ്രേസ് മാർക്ക് അവാർഡഡ് ആയിട്ട് നിങ്ങൾ യെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ NCC സ്കൗട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് സ്കൗട്ട് ഓർ ഗൈഡിൻ്റെ രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോണസ് പോയിന്റ് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, ലിറ്റിൽ കൈറ്റ്സ് മെമ്പേഴ്സിൽ A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾ ജവാൻ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും മിലിറ്ററിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബോണസ് പോയിന്റ് കിട്ടും, അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇല്ലെങ്കിൽ അവർ ഡ്യൂട്ടിയിലിരിക്കുക അല്ലെങ്കിൽ സർവീസിലിരിക്കുക മരണമടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനും ബോണസ് പോയിന്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെയും സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ സ്പോർട്സിൻ്റെ സ്പോർട്സ് കോട്ടയ്ക്ക് സെപ്പറേറ്റ് ആണ്, അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കരുതി വെക്കുക. പിന്നെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ് NTSC, NMMS, USS, LSS പോലത്തെ എക്സാമുകളിൽ നിങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടാൻ അർഹരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മുടെ ക്ലബ്ബുകൾ മാക്സിമം നമുക്ക് 2 ക്ലബ്ബിലാണ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, അപ്പോൾ ആ ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ നേരത്തെ വാങ്ങി വെക്കാം, അതിൻ്റെ നമ്പറും ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുണ്ടാവും. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ EWSൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നിങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസബിലിറ്റി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ പറയുമ്പം 40% ഓർ അതിന് മുകളിൽ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ടി വരും. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ നമ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടത്. അത് ഫോർം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്ലൈ ചെയ്യുമ്പം, പക്ഷെ അതിന് നമ്പർ ആവശ്യമുണ്ട്. ഈ സർട്ടിഫിക്കറ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് ആ സ്കൂളിൽ പോകുമ്പോഴാണ്. നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ആ സ്കൂളിൽ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് തന്നെ ആ സ്കൂളിൽ ക്യാൻസലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ യെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കുട്ടികളുടെ കയ്യിലുണ്ടാവണം. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. ഇതേപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങളുടെ അലോട്ട്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ടാകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കാം. റെഡി?